ഇനി പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് ഇന്നത്തെ പഞ്ച് ഡയലോഗിൽ. കാക്കി അണിഞ്ഞ് രാഷ്ട്രീയ പണിയെടുക്കുന്നവരാണ് ഇപ്പോഴത്തെ ചില പോലീസുകാർ എന്ന് പറയുകയാണ് ഷാഫി പറമ്പിൽ MP. ഗുണ്ടകളുടെ മനസ്സാണ് ഭരിക്കുന്നവർക്കും ഉള്ളത് എന്നും DYFIയെയും SFIയെയും പോലെ ഒരു പോഷക സംഘടനയായി പോലീസിനെ കൊണ്ടു നടക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് വ്യാമോഹമാണ് എന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ആവർത്തിച്ച് ഞാൻ പറയുന്നു, കേരളത്തിലെ പോലീസിലെ ഗുണ്ടകളുടെയും പോലീസിന്റെ പുറത്തുള്ള ഗുണ്ടകളുടെയും രക്ഷാധികാരി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളും നടപടികളും തെളിയിക്കുകയാണ്. DYFIയുടെയും SFIയുടെയും പോലെ ഒരു പോഷക സംഘടനയാക്കി പോലീസിനെ കൊണ്ടു നടക്കാമെന്നും ആ കൊണ്ടു നടക്കുമ്പോൾ ഉണ്ടാവുന്ന സൗകര്യങ്ങളുടെ പേരിൽ, ഭരണത്തിന്റെ സൗകര്യത്തിന്റെ പേരിൽ ചോദ്യങ്ങൾ ഉയർത്തുന്നവരെ, പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നവരെ അടിച്ചമർത്താമെന്നൊക്കെയാണ് വ്യാമോഹിക്കുന്നെങ്കിൽ അതിനെതിരെ ജനാധിപത്യ പ്രതിഷേധമുണ്ടാകും, ജനാധിപത്യ ജനകീയ മുന്നേറ്റമുണ്ടാകും. സർക്കാരിന് കീഴിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ അഴിഞ്ഞാടുകയാണ് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനമെങ്കിൽ മറ്റ് ചില IAS ഉദ്യോഗസ്ഥർക്കും ഒക്കെ ഈ ഭരണവുമായി ബന്ധപ്പെട്ട് ചില അതൃപ്തികളുണ്ട്. കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി B. അശോകിന്റെ സ്ഥലം മാറ്റത്തിൽ സർക്കാരിന് വീണ്ടും തിരിച്ചടിയേറ്റിരിക്കുകയാണ്. B. അശോകിനെ ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിലേക്ക് സ്ഥലം മാറ്റിയ ഉത്തരവ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തു. അശോകിനെ KTDFC ചെയർമാനായി സ്ഥലം മാറ്റിയത് കഴിഞ്ഞയാഴ്ച ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തിരുന്നു. സ്ഥലം മാറ്റം ചോദ്യം ചെയ്ത് അശോക് സമർപ്പിച്ച ഹർജിയിൽ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ വാദം കേൾക്കാനിരിക്കെയാണ് ഇന്നലെ വീണ്ടും സ്ഥലം മാറ്റിയത്.